നിലമ്പൂർ മഞ്ചേരി പാതയിലെ എടവണ്ണ ഭാഗത്ത് സീബ്ര ലൈൻ ഇല്ലാത്തത് യാത്രക്കാർക്ക് അപകട സാഹചര്യം കൂടുതൽ. ഏറെ വാഹനത്തിരക്കുള്ള റോഡിൽ ഏതു ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കണമെന്നറിയാതെ യാത്രക്കാർ കുടുങ്ങുകയാണ്. റോഡിൽ അടിയന്തരമായി സീബ്ര ലൈൻ വരച്ച് അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. എടവണ്ണാങ്ങാടിയിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാരണം എല്ലാ ഭാഗത്തും കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് ഏറെ അപകടം വിളിച്ചു വരുത്തുന്നു. എടവണ്ണ SBIക്ക് മുൻവശം, CPI ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡിന് മുൻവശവും ഓറിയന്റൽ സ്കൂളിന് സമീപം എവിടെയും സീബ്ര ലൈൻ ഇല്ല. എടവണ്ണയിൽ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി, CD ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി, എടവണ്ണ യത്തീംഖാന സ്കൂൾ, എടവണ്ണ പോളിടെക്നിക് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കും സ്കൂൾ സമയങ്ങളിൽ റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസം നേരിടുന്നു. എടവണ്ണയിലെ ബസ് സ്റ്റാൻഡ് യാത്രക്കാരെ ഉൾക്കൊള്ളാനോ യാത്രക്കാർക്ക് സൌകര്യമോ ഇല്ലാത്തതിനാൽ വെയിലും മഴയും കൊള്ളാതെ നിൽക്കാൻ കഴിയാത്തതിനാലും ബസ് യാത്രക്കാർ റോഡരികുകളിലാണ് ബസ്സുകൾ കാത്തുനിൽക്കുന്നത്. ബസ്സുകൾ വരുന്ന ഉടനെ യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നതിനാൽ റോഡ് നിറയെ യാത്രക്കാരാണ്. ഗ്രാമീണ മേഖലയായ ഒതായി, ചാത്തല്ലൂർ, തിരുവാലി, വണ്ടൂർ, കിഴിശ്ശേരി, അരീക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ദീർഘദൂര യാത്രക്കാരും ആശ്രയിക്കുന്ന ഇടമാണ് എടവണ്ണ ടൌൺ ഭാഗം. ഇതുമായി ബന്ധപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ, നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ, ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ, A1 ബാബു മമ്പാട്, KT മെഹബൂബ്, M ഹമീദ് കുരിക്കൽ, അറക്കൽ ഷമീർ, ജസ്ല കുട്ടൻ എന്നിവരാണ് പരാതികൾ നൽകിയത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.